അലീന പട്ടണത്തിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. ഇരുനിറമെങ്കിലും സുന്ദരിയായ അവളെ ഒറ്റനോട്ടത്തിൽ തന്നെ ആരും ഇഷ്ടപ്പെടുമായിരുന്നു. വൃത്തിയായി ഇസ്തിരിയിട്ട വസ്ത്രം, തോളിൽ തൂങ്ങുന്ന മനോഹരമായ ഗാഗ്, നല്ല ചുരുണ്ട നീളമുള്ള തിളക്കമുള്ള മുടി. ഓഫീസിലെത്തുമ്പോൾ എല്ലാവരും പറയും, അലീന എന്നും നല്ല സ്റ്റൈലാ വരുന്നത്, നല്ല ഫാമിലിയിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. വൈകുന്നേരങ്ങളിൽ കഫേയിൽ പോകുമ്പോൾ എല്ലാവരുടെയും ബിൽ പലപ്പോഴും അവളാണ് അടയ്ക്കുക. ജന്മദിനത്തിൽ സഹപ്രവർത്തകർക്ക് ചോക്ലേറ്റ് കൊണ്ടു നൽകുന്ന ശീലം അവൾ മറക്കാറില്ല. ധനികയായ അവൾക്ക് ഇതൊക്കെ നിസ്സാരമാണല്ലോ എന്നാണ് ഓഫീസിലെ എല്ലാവരും പറയുക. അലീനയുടെ ചിരി ഒരു പനിനീർ പൂ വിരിയുന്ന പോലെ സുന്ദരമായിരുന്നു. ആ ചിരിക്ക് അസാധാരണമായ ഊർജം തോന്നാറുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. അങ്ങനെയിരിക്കെ അവൾ ഒരു ദിവസം ഓഫീസിലേക്ക് എത്തിയില്ല. ഓഫീസിലേക്കൊരു വിവരവും കിട്ടാത്തതിനാൽ പിറ്റേ ദിവസം പലരും അവളെ ഫോൺ വിളിച്ചു നോക്കി. റിങ്ങുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അന്നേ ദിവസം വൈകുന്നേരമായപ്പോൾ ഓഫീസിലേക്കൊരു കോൾ വന്നു. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. അലീന അവിടുത്തെ സ്റ്റാഫല്ലേ? അവൾ സൂയിസൈഡ് ചെയ്തു. എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു. ആദ്യമാരും വിശ്വസിച്ചില്ല. ചിരിച്ചുകൊണ്ട് അതീവ പ്രസരിപ്പോടെ ഓഫീസിൽ വരുന്ന ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയോ? ധനികയും ആത്മവിശ്വാസവും പ്രൗഢിയുമുള്ള അവൾ അത് ചെയ്യുമോ? ചിലപ്പോൾ പോലീസിന് ആളുമാറിയോ? പലരും വീണ്ടും അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ്. അലീനയുടെ ഓഫീസറായ അനിൽ സ്റ്റാഫിനെയെല്ലാം ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. അയാളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെന്ന് അവരെല്ലാം മനസ്സിലാക്കി. സംസാരിക്കുമ്പോൾ തൊണ്ട വല്ലാതെ ഇടറുന്നു. അയാൾ അവളെ പലതവണ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അവൾ പുഞ്ചിരിയോടെ നിരസിക്കുകയാണുണ്ടായത്. ഒരു തവണ അവൾ ഇങ്ങനെ പറഞ്ഞത് അയാൾ ഇപ്പോഴും ഓർക്കുന്നു. സാർ, എനിക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. സാറിന് വേറെ നല്ല പെൺകുട്ടിയെ കിട്ടും. പക്ഷെ അന്നങ്ങനെ അവൾ പറഞ്ഞതിന്റെ കാരണം അയാൾ ചോദിച്ചില്ല. അവൾ അത്രയും പറഞ്ഞ് പെട്ടെന്ന് സീറ്റിലേക്ക് പോവുകയാണുണ്ടായത്. അന്ന് അവളുടെ കണ്ണുകളിൽ ഒരു സങ്കടം ഇരമ്പിയിരുന്നോ? അയാൾ ഓർത്തുനോക്കി. ഉണ്ടായിരുന്നതായി ഇപ്പോൾ അയാൾക്ക് തോന്നുന്നു. പക്ഷെ തനിക്കെന്താ അന്ന് ഈ ചിന്ത തോന്നാതിരുന്നത്? അനിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തന്റെ സുഹൃത്തായ കോൺസ്റ്റബിളിൽ നിന്ന് അവളുടെ ലൊക്കേഷൻ സംഘടിപ്പിച്ചു. അതിനുശേഷം എല്ലാ സഹപ്രവർത്തകരെയും കൂട്ടി അവർ വീട്ടിലേക്ക് പുറപ്പെട്ടു. പട്ടണത്തിന്റെ അറ്റത്തുള്ള ഒരു പഴയ ഇടവഴി, വലിയ വീടുകളൊന്നുമില്ലാത്ത ഒരു ഉൾപ്രദേശം. ഇവിടെയാണോ അവളുടെ വീട്? അവർ അതിശയിച്ചു. വഴിയിൽ തുടർച്ചയായി അവളുടെ ഫോട്ടോ വെച്ചിരിക്കുന്നു. അനിൽ ആ ഫോട്ടോകളിലേക്ക് നോക്കി. ആ ഫോട്ടോകൾക്ക് അവളുടെ സൗന്ദര്യം പൂർണ്ണമായും ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ചിരി മാത്രം കൃത്യമായിരിക്കുന്നു. അയാളുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു. അടയാളങ്ങളെ പിന്തുടർന്ന് അവർ ഒടുവിൽ ഒരു ചെറുതും പഴകിയതുമായ ഒരു വീടിനു മുന്നിൽ എത്തിച്ചേർന്നു. മതിലും ഗേറ്റുമില്ലാത്ത ഒരു പഴയ വീട്. ആ നഗരത്തിലെങ്ങും അപൂർവമായ ഒരു ഓടിട്ട വീട്. പെയിന്റടിക്കാതെ പഴക്കം കൊണ്ട് കറുത്ത നിറമുള്ള ആ വീട്ടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് കയറുമ്പോൾ അവരുടെ ഹൃദയമൊന്ന് നിശ്ചലമായതുപോലത്തെ കാഴ്ച. വീടിന്റെ അകത്തെ ഭീകരമായ ദാരിദ്ര്യം എല്ലാവർക്കും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ചുമരുകൾ, മേൽക്കൂരയിൽ നിന്നും വെള്ളം ചോർന്നൊലിച്ച പാടുകൾ, ഒരു പഴയ മേശയും 2 പലകയിളകിയ കസേരകളും മാത്രം. മൂലയിലൊരു പഴയ കിടക്കയും കയറുവരിഞ്ഞ ചെറിയ കട്ടിലും. അതിൽ ക്ഷീണിച്ച മുഖമുള്ള ഒരു വയോധിക സ്ത്രീ. അലീനയുടെ അമ്മയാണെന്ന് അവിടെയുള്ള ഒരാൾ പറഞ്ഞു തന്നു. അടുക്കളയിലേക്ക് നോക്കിയപ്പോൾ സഹപ്രവർത്തകയായ അനിതയുടെ കണ്ണുകൾ നിറഞ്ഞു. അവിടെ 1-2 പഴകിയ പാത്രങ്ങളും 3-4 ടിന്നുകളുമല്ലാതെ ഒന്നുമില്ല. അടച്ച ഒരു കരിപിടിച്ച അലുമിനിയം കലം ആ പാതകത്തിൽ അവർ കണ്ടു. അതിനരികിൽ ഒരു പഴയ മരുന്നുകുപ്പി. ഇത് അലീനയുടെ വീട് തന്നാണോ? പതുക്കെ അനിത അവളുടെ അമ്മയുടെ അടുത്തിരുന്ന സ്ത്രീയോട് ചോദിച്ചു. അവർ പതുക്കെ നിശബ്ദയായി തലകുനിച്ചു. മോളെ, അവൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ഈ ദാരിദ്ര്യമല്ലേ? ഭയങ്കര അഭിമാനിയായിരുന്നു. എപ്പോഴും മുഖത്ത് ചിരിയുണ്ടായിരുന്നല്ലേ? ഇപ്പോഴും അവൾ ചിരിക്കുകയായിരിക്കും. അലീനയുടെ അമ്മ അനിതയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞു. പക്ഷേ വീട്ടിലെത്തുമ്പോൾ പലപ്പോഴും അവൾ ഒറ്റയ്ക്ക് ഈ അടുക്കളയിലിരുന്ന് കരഞ്ഞിരുന്നു. നടക്കാനാവാത്ത ഞാൻ എങ്ങനെ അവളെ ആശ്വസിപ്പിക്കും? എല്ലാവരും ആ വാക്കുകൾ ദുഃഖത്തോടെ കേട്ടു നിൽക്കുകയാണ്. എന്താണ് പറയുക? എന്താണ് ചോദിക്കുക? ആ അമ്മ തുടരുകയാണ്. അവളുടെ അച്ഛൻ കിടപ്പിലാണ്. ഞാനും രോഗിയാണ്. വീട്ടിലെ എല്ലാ ചെലവും അവൾ തന്നെ നോക്കുകയായിരുന്നു. പാവം, മടുത്തുകാണും. ഒരു നിമിഷം നിശബ്ദമായി അവർ കരഞ്ഞു. ഓഫീസിൽ ആരും അവളുടെ അവസ്ഥ അറിയരുതെന്ന് അവൾ പറയും. പുറത്തു പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കും. ആരോ അവൾക്ക് സ്നേഹപൂർവ്വം സമ്മാനമായി കൊടുത്ത ബാഗാണ് അത്. എല്ലാവരും അവർ കൈ ചൂണ്ടിയ ഭിത്തിയിലേക്ക് നോക്കി.
അതെ, ആ ബാഗ് തന്നെ. ഞാൻ ദരിദ്രയാണെന്ന് ആരും കരുതരുത് എന്ന് പറയും. അവളുടെ മേശപ്പുറത്തൊരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു. ഇതാണത്. അവരത് അനിതയുടെ നേരെ നിസ്സഹായതയോടെ നീട്ടി. അനിത അത് വായിച്ചു. എല്ലാവരും എന്നെ ശക്തയായ പെൺകുട്ടിയെന്ന് കരുതുന്നു. പക്ഷെ ഞാൻ മനസ്സിൽ വളരെ ക്ഷീണിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ സമ്പന്നയെന്ന് തോന്നിപ്പിച്ചാണ് നടന്നിരുന്നത്. എന്റെ വീട്ടിലെ ശൂന്യത ആരും കാണാതിരിക്കാനായിരുന്നുവോ? അതോ എന്റെ അഹങ്കാരമായിരുന്നുവോ? അറിയില്ല. ആ മുറിയിൽ അലീന നിൽക്കുന്നതായി എല്ലാവർക്കും തോന്നി. ഓഫീസിൽ വരുമ്പോൾ കാണാറുള്ള സുന്ദരമായ വസ്ത്രങ്ങൾ ധരിച്ച ആത്മവിശ്വാസമുള്ള പെൺകുട്ടി. പക്ഷെ ഈ വീട്ടിൽ ആ ചിരിക്കു പിന്നിൽ മറഞ്ഞിരുന്നത് അവസാനിക്കാത്ത ദാരിദ്ര്യവും ഒറ്റയാൾ പോരാട്ടവുമായിരുന്നുവോ? അവൾ എന്തിനിത് ചെയ്തു? ഈ നിരാലംബരായ വൃദ്ധർ ഇനി എന്തു ചെയ്യും? ഒന്നിനും ഇപ്പോൾ ഉത്തരമില്ല. പോലീസ് ചിലപ്പോൾ കണ്ടെത്തിയേക്കാം. അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പുറത്ത് സൂര്യൻ എരിഞ്ഞടങ്ങി അസ്തമിക്കുന്നു. അപ്പോഴും അനിൽ മനസ്സിൽ ഓർക്കുകയായിരുന്നു, മേലങ്കികൾക്കുള്ള പകിട്ട് ശരീരത്തിനുണ്ടാവില്ല. പുറത്തു കാണുന്ന ജീവിതം പലപ്പോഴും സത്യമായി മാറുന്നില്ല. സത്യം പലപ്പോഴും കാഴ്ചയ്ക്കപ്പുറമാണ്.